ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഈ ലോട്ടസ് സീഡ്സിൽ നിന്ന് എങ്ങനെയാണ് ഈ സാധനം അല്ലെങ്കിൽ മക്കാന ഈ പോപ്ഡ് സീഡ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്, പിന്നെ അതുകൂടാണ്ട് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണും കേട്ടോ. ഹലോ, സജീസ് ഇന്നോവേഷൻസിൻ്റെ മറ്റൊരു ഹെൽത്ത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റവുമായിട്ടാണ്. നിങ്ങളിൽ പലർക്കും ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ല, എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലും വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഇതാണ് ഐറ്റം, കേട്ടല്ലോ. ശരിക്കും ഇതെന്താണെന്ന് ചോദിച്ചാൽ ലോട്ടസ് സീഡ്സ് ആണ്, നമ്മുടെ താമരയുടെ വിത്താണ്. ഫോക്സ് നട്ട്സ് എന്ന് പറയാറുണ്ട്, കുറുക്കൻ പരിപ്പെന്ന് മലയാളത്തിൽ പറയും കേട്ടോ. എന്നാൽ ഇത് വളരെ പോപ്പുലറായിട്ട് മക്കാന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ മക്കാന എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ താമരയുടെ വിത്തിനെ ഉണക്കി ഒരു പ്രത്യേക പ്രോസസ്സ് വഴി പോപ്പ് ചെയ്ത് എടുക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ നാട്ടിൽ ഇതിപ്പോഴേ എത്തുന്നുള്ളൂവെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് വളരെ നാളായിട്ട് ഒത്തിരി പോപ്പുലറായിട്ട് എല്ലായിടത്തും അവൈലബിൾ ആണ്. ഞങ്ങൾക്കൊരു 7-8 വർഷം മുമ്പ് ഉത്തർപ്രദേശിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഇത് കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇത് പല രൂപത്തിലും അവൈലബിൾ ആണ്. ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിട്ടും, ഫ്രൈഡ് ആയിട്ട് കിട്ടും, പല പല ടേസ്റ്റ് ചേർത്തിട്ട് ടേസ്റ്റ് എൻഹാൻസറൊക്കെ ആഡ് ചെയ്തിട്ടും കിട്ടും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഒരുപാട് പോഷക ഗുണങ്ങളുള്ളൊരു സീഡാട്ടോ. അപ്പോൾ ഞാൻ കരുതി എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യാം. ഹെൽത്ത് ബെനിഫിറ്റ്സ് മാത്രമല്ല, ഈ ലോട്ടസ് സീഡ്സിൽ നിന്ന് എങ്ങനെയാണ് ഈ സാധനം അല്ലെങ്കിൽ മക്കാന ഈ പോപ്ഡ് സീഡ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്, അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മക്കാന എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണത് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ലോട്ടസ് സീഡ്സിൻ്റെ 90% ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബീഹാറിലാണ്. ബീഹാറിലെ തന്നെ മധുബാനി ജില്ലയിൽ. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് ഈ മധുബാനി ജില്ലയിലെ ആ മണ്ണിൻ്റെ ഒരു പ്രത്യേകത. ആ മണ്ണിൽ ഈ താമരയുടെ വേരുകൾ വളരെ ആഴത്തിൽ വളർന്നിറങ്ങി ഒരുപാട് വിളവുണ്ടാക്കുന്ന പറയുന്നു. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. ഇത് ശരിക്കും ഇത് കൃഷി ചെയ്യലേ ചെയ്യുന്നത്. ഇതിൻ്റെ പാടങ്ങളിൽ പോയിട്ട് ഇതിൻ്റെ സീഡ് കളക്ട് ചെയ്തിട്ട് അവിടുത്തെ കർഷകർ ശരിക്കും ഒരു ടാസ്ക്കാണത്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യം നല്ല വിലയുണ്ട് ഈ സാധനത്തിന് കേട്ടോ. അപ്പോൾ ഈ താമരപ്പാടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനൊരു ഐഡിയ ഉണ്ട്. ശരിക്കും മുള്ളൊക്കെ നിറഞ്ഞ് പിന്നെ ഒത്തിരി ചേറൊക്കെ നിറഞ്ഞൊരു സ്ഥലമായിരിക്കും. അപ്പോൾ അവിടേക്ക് ഇറങ്ങി ഇതിൻ്റെ സീഡ്സ് കളക്ട് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർ എന്നാലും ആ സീഡ്സിനെ കളക്ട് ചെയ്തിട്ട് സീഡ്സിനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ഉണക്കും. നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഇതിന് പിന്നെ വലിയ ടാസ്ക്കാണ് ഇതിൻ്റെ റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം ശരിക്കും ലോട്ടസ് സീഡ്സ് താമര നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പച്ചക്കൊക്കെ ഞാൻ പണ്ട് കുറേ കഴിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. എന്തായാലും അത് ശരിക്കും നല്ല കറുത്ത നിറത്തിൽ നല്ല ഹാർഡായിട്ടുള്ള കവറിങ്ങുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ കവർ മാറ്റിയിട്ട് ഇതിനെ പോപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഇതിന് 250 ഡിഗ്രി സെൽഷ്യസ് മുതൽ 320 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കണം. ചൂടാക്കുന്നത് നമ്മുടെ കളിമൺ പോലുള്ള വലിയ വലിയ പോട്ടുകളിലോ അതല്ല എങ്കിൽ ഇരുമ്പിൻ്റെ പോട്ടുകളിലിട്ട് ചൂടാക്കുക ചെയ്യുന്നത്. ചൂടാക്കുന്ന ഒറ്റ ദിവസമല്ല, 3 ദിവസം ഇങ്ങനെ ചൂടാക്കും. ഇതെല്ലാം മാനുവലി ചെയ്യുന്നത്, മെഷീൻ്റെ ഒന്നും സഹായമില്ലാതെ മനുഷ്യർ തന്നെ ചെയ്യുന്ന കേട്ടോ. ചൂടാക്കിയതിന് ശേഷം അപ്പോൾ ഇതൊന്ന് പൊട്ടി വരും. പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഓരോ സീഡായിട്ട് എടുത്തിട്ട് ഭാരം കുറഞ്ഞ ചുറ്റുപാട് ഇങ്ങനെ തല്ലും. ഇങ്ങനെ തട്ടിയിട്ട് ഇതിങ്ങനെ പോപ്പ് ചെയ്തിട്ട് അതിൻ്റെ പുറന്തോട് കളഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പ്രോസസ്സ് വഴിയാണ് ഈ മക്കാന ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനം കൂടിയാണ് ഈ മക്കാന എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിലടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ തന്നെ കേട്ടോ. ഇതിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്, വിറ്റാമിനുകളുണ്ട്, ധാതുക്കളുണ്ട്, ഫൈബർ അല്ലെങ്കിൽ നാരുകൾ ധാരാളമുണ്ട്. അതുകൂടാതെ മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ മൂലകങ്ങളും ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ കാലറീസും ഫാറ്റും വളരെ കുറവായതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടൊരു സ്നാക്കായിട്ട് ഇതിന് ഉപയോഗിക്കാം കേട്ടോ നമുക്ക്. ഇനി മഗ്നീഷ്യവും പൊട്ടാസ്യവും ധാരാളം ഉള്ളതുകൊണ്ട് ഇത് ഹൃദയത്തിൻ്റെ പേശികളെ റിലാക്സ് ചെയ്തിട്ട് ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കുകയും അങ്ങനെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൂടാതെ ഇത് BP കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുന്ന പ്ലാക്കിനെ ഒഴിവാക്കുന്നു. പിന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പോഷക ഘടകങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ടും കൊളസ്ട്രോളും ഫാറ്റും വളരെ കുറവും ആയതുകൊണ്ട് ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്, ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഈ ലോട്ടസ് സീഡ്സ്. ഇതുകൂടാതെ ഈ മക്കാന നല്ലൊരു ഡീടോക്സിഫയിങ് ഏജൻറ്റാണ്. ഡീടോക്സിഫയിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന വിഷവസ്തുക്കളെ അല്ലെങ്കിൽ ടോക്സിനുകളെ പുറന്തള്ളാൻ സഹായിക്കുന്നു. ഇതുമൂലം നമ്മുടെ സ്പ്ലീൻ അഥവാ പ്ലീഹ ശുദ്ധീകരിക്കപ്പെടുകയും ഇത് രക്തയോട്ടം നിയന്ത്രിക്കാനും പിന്നെ മൂത്രം ഒഴിക്കുന്നതിനെ നിയന്ത്രിക്കാനും ഇത് സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കിഡ്നിയുടെ ആരോഗ്യത്തിന് നമ്മുടെ മക്കാന വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഉയർന്ന അളവിൽ മഗ്നീഷ്യവും കുറഞ്ഞ അളവിൽ ഫാറ്റും സോഡിയവും ഉള്ളതുകൊണ്ട് ഇത് BP നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട്. ഇതുകൂടാതെ കാൽഷ്യം, മഗ്നീഷ്യം, പ്രോട്ടീൻ ഇവ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഈ മക്കാനയിലെ ഘടകങ്ങൾ കരളിൻ്റെ പ്രവർത്തനം നിലനിർത്താനും ഉപാപചയം അഥവാ മെറ്റബോളിക് ആക്ടിവിറ്റീസ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ കലോറിക മൂല്യവും ഗ്ലൈസിമിക് ഇൻഡെക്സും വളരെ കുറവായതുകൊണ്ട് പ്രമേഹ രോഗ നിയന്ത്രണത്തിലും നല്ലൊരു പങ്കുണ്ട് നമ്മുടെ മക്കാനയ്ക്ക്. പിന്നെ ഇതിൽ ധാരാളം ഫൈബർ അഥവാ നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് മലവിസർജനം പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ തടയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസുകൾ വാർദ്ധക്യം തടയാൻ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ ശരിക്കും കിട്ടണമെങ്കിൽ ഇത് ഫ്രൈ ആക്കാതെ ശരിക്കും വറുത്ത് കഴിക്കണം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഈ താമര വിത്തുകൾ അടങ്ങിയിരിക്കുന്ന തയാമിൻ എന്ന വൈറ്റമിൻ ന്യൂറോ ട്രാൻസ്മിഷന് സഹായിക്കുന്നുണ്ട്. ന്യൂറോ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഡികളിലൂടെ സന്ദേശങ്ങൾ പോകുന്ന ആ പ്രോസസ്സ് അതിനെ ത്വരിതപ്പെടുത്തുകയും അങ്ങനെ നാഡീ പ്രവർത്തനത്തെ അത് ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ഇതിലടങ്ങിയിരിക്കുന്ന കെംഫറോൾ എന്നൊരു സംയുക്തം ഉണ്ട് കേട്ടോ. ഈ സംയുക്തം ആർത്രൈറ്റിസ് അല്ലേ, നമ്മുടെ സന്ധിവാതം, അതുപോലെ റുമാറ്റിസം എന്നീ രോഗങ്ങൾക്ക് വളരെ നല്ലതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ ഇത് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ചികിത്സയ്ക്ക് വളരെ നല്ലതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ നല്ലതാണെങ്കിലും പുരുഷന്മാരിൽ ഇത് ബീജത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും കൂടാതെ ശീഘ്രസ്ഖലനം അഥവാ അകാല സ്ഖലനം ഒഴിവാക്കാനും സഹായിക്കുന്നുണ്ട്. ഇനി ചിലർക്കൊക്കെ ഗ്ലൂട്ടൻ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങളോട് അലർജി ഉണ്ടാവും. ചിലർക്ക് ഗോതമ്പ് പോലും കഴിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ഇതിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ ഉള്ളത് കാരണം ഗോതമ്പിന് പകരമായിട്ട് അത്തരം ഒരു ഗ്ലൂട്ടൻ ഫ്രീ ഫുഡായിട്ട് നമ്മുടെ താമരവിത്തിന് അല്ലെങ്കിൽ ലോട്ടസ് സീഡിനെ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ് നമ്മുടെ ഈ ലോട്ടസ് സീഡ് അല്ലെങ്കിൽ താമര വിത്ത് എന്ന് പറഞ്ഞ സാധനം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിലർക്കെങ്കിലും ഇത് കുറച്ച് സൈഡ് ഇഫക്ട്സ് ഉണ്ടാക്കാറുണ്ട്. ചിലർ കഴിച്ചാൽ അലർജി ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ചിലർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് അധികമായിട്ട് കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഇതിൽ കീടനാശിനികൾ അതായത് പെസ്റ്റിസൈഡ്സ് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കഴുകിയതിന് ശേഷം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഹൈ BP, ഡയബറ്റീസ് എന്നിവയ്ക്കുള്ള മരുന്നുകളുമായിട്ട് ഇവ ഇൻ്ററാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് അത്തരം മരുന്നുകൾ കഴിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ലോട്ടസ് സീഡ്സ് കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ശരിക്കും ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ ഞാൻ പറഞ്ഞു വെറുതെ വറുത്തിട്ട് കഴിച്ചാൽ മതി. ഇനി കുറച്ച് ടേസ്റ്റ് കൂടണമെങ്കിൽ നെയ്യോ മറ്റോ ചേർത്ത് വറുത്ത് കഴിക്കാം. ആവശ്യത്തിന് മസാലകൾ ചേർത്ത് കഴിക്കാം. പിന്നെ കറിയാക്കി പല ഭാഗത്ത് തന്നെ കഴിക്കാറുണ്ട്. അതുകൂടാണ്ട് ഖീർ അല്ലെ പായസം അല്ലെങ്കിൽ എന്താ പറയുക പുഡിംഗ് പോലുള്ള സാധനങ്ങളും ഇതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തൊട്ട് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് താമര വിത്തിൻ്റെ അല്ലെങ്കിൽ ലോട്ടസ് സീഡ്സിൻ്റെ ഗുണങ്ങളാണ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഏകദേശം നമ്മൾ കവർ ചെയ്തെന്ന് തോന്നുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.